മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. 12-ാമത്തെ വാക്യം വായിച്ചുള്ള ഭാഗം കൂടുതലത്തെ വചനം നമ്മളുടെ ശ്രദ്ധയിൽ അടിവരയിടണം. കർത്താവ് പറയുകയാണ്, എന്തെന്നാൽ നിങ്ങളിൽ പ്രധാനി നിങ്ങൾക്ക് ശുശ്രൂഷകരായിരിക്കണം. യുവർ ലീഡർ should be your servant. The one who is great among you should consider himself in service to others. കാരണം എന്തെന്നാൽ തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഏറ്റവും ഒടുവിലത്തെ ഒരു വാചകം മാത്രം നമുക്കെന്നാൽ പ്രത്യേകമായ നല്ലതല്ല. The particular emphasis that we need to give today, I consider that the last sentence of this portion of the gospel, those who humble himself shall be exalted. The most humble will be the most exalted person in the presence of God. And in fact, not only he is exalted before God, but also among people. ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രമാണവും കൂടെയാണ്. ക്രൂശിലേക്ക് നോക്കി നമ്മൾ പഠിക്കുന്ന പാഠവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ മഹത്വീകരണം കഴിഞ്ഞു വരുന്ന മഹത്വീകരണ പെരുന്നാൾ കഴിഞ്ഞു വരുന്ന 4-ാം ഞായറാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. 5-ാം ഞായറാഴ്ചയാണ് നാളെ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച. ഈ 5-ാം ഞായറാഴ്ചയിലേക്ക് നാം നോക്കുമ്പോൾ 5-ാമത്തെ ഞായറാഴ്ച നമുക്ക് തരുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്രൂശിലേക്ക് നോക്കി പറയുകയാണ്, പിതാക്കന്മാർ നമ്മളോട് പറയുകയാണ്, എനിക്കോ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. On the cross and nothing else in my life. എനിക്ക് എന്താണ് ആ ക്രൂശിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം? പൗലോസപ്പോസ്തലൻ പറയുന്ന വാചകത്തിൽ മനസ്സിലാക്കുന്നത്, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കാൻ ഇടവരരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, let me be of some service to Christ through sacrificing myself in love. And that is the meaning of the cross. ക്രൂശിനെ സംബന്ധിച്ചിടത്തോളം ക്രൂശിലേക്ക് നോക്കി നമ്മൾ പഠിക്കുന്നത് വലിയ പാഠമാണ്. ആ പാഠം എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും? How can I be of some service to others? By sacrificing myself in love. സ്നേഹത്തിൽ ഞാൻ പൂർണ്ണമായും എളിമപ്പെട്ടുകൊണ്ട് വെറുതെയാക്കപ്പെട്ടുകൊണ്ട് നമുക്കിങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ശുശ്രൂഷ നന്മ ചെയ്യുവാൻ സാധിക്കും. That is the meaning of my life. In other words, your life becomes meaningful when you become of some service to others by sacrificing yourself in love. നിന്റെ ജീവിതത്തിന് എന്താണ് അർത്ഥം? എങ്ങനെ അർത്ഥം കാണും? How will you find meaning in your life? ക്രൂശിനെ നോക്കുമ്പോൾ പറയുകയാണ്, humble yourself, be a servant to others in sacrificial love.
ത്യാഗപൂർവമായ സ്നേഹത്തിൽ പോകുന്ന സേവനം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ നിന്റെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകും എന്ന് ചുരുക്കം. ഇതാണ് തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ഉയർത്തപ്പെടും. അങ്ങനെ ഒരാൾ അയാളുടെ ജീവിതത്തിന് ഒരു പുതിയ വ്യാഖ്യാനം നൽകുമ്പോൾ ദൈവം അവനെ അത്ഭുതകരമായി ഉയർത്തുകയാണ്. യേശുക്രിസ്തുവിന്റെ പുരുഷന്റെ അർത്ഥം അങ്ങനെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയുമ്പോഴാണ് അതിന്റെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നത്. ടോൾസ്റ്റോയ് എഴുതി എന്ന് പറയുന്ന ഒരു നുണന്ന കഥ എപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ധനാഢ്യൻ കാര്യം മരിച്ചിട്ടുണ്ട്. ഈ സ്മൃതി പോകുന്നു. കുഞ്ഞുങ്ങളൊക്കെ പല നിലയിലാണ്. അവരവിടെ ഇവിടെയൊക്കെ സന്തോഷകരമായി ജീവിക്കുന്നു. ഒരു ഗർഭമായി എല്ലാ ചുറ്റുപാടുകളും അത്ഭുതമായി ഒരു വൃദ്ധൻ താമസിക്കുകയാണ്. പക്ഷേ അയാൾക്കൊരു പ്രശ്നമുണ്ട്. എല്ലാ പേടിയെങ്കിലും ഒടുവിൽ വന്നപ്പോൾ നഷ്ടബോധം, സമൃദ്ധിയുടെ നല്ലത് നഷ്ടബോധം. അപ്പോൾ ഒരു ദിവസം അയാൾ ഉറങ്ങാൻ കിടന്നു. താഴ്ന്നു കഴിഞ്ഞ് ഉറക്കം വരികയില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഉറക്കം വരികയില്ല. ഈ കേരളത്തിലൊക്കെ അയാളുടെ വീടിൻ്റെ അടുത്തൂടെ പോകുന്ന ഒരു നല്ല വിശാലമായ വഴി, അതിലൊരു പാതയുണ്ട്. ഓരോരുത്തരും പാത അയാൾ അവിടെ കൂടെ അന്വേഷണമായി ഏതാണ്ട് രാത്രി 9 മണിയാകുമ്പോൾ അയാൾ നടന്നു പോവുകയാണ്. അപ്പോൾ അയാളുടെ വീടിനടുത്ത് കൊച്ചു കുടിലുണ്ട്. വേറെ അവിടെ ചെന്നപ്പോൾ ആ ഭാഗത്ത് ചെന്നപ്പോൾ ആ കൊച്ചു കുടിലിന് മുമ്പിൽ റഷ്യയിലുള്ള വേനൽ കഴിഞ്ഞ് വീട്ടണം കഴിഞ്ഞ് നല്ല ശരത്കാലം, നല്ല തണുപ്പുകാലം. അപ്പോൾ അവരങ്ങനെ നിന്ന അവസരത്തിൽ അവർ ഇങ്ങനെ പോകുമ്പോൾ ഒരു വീടിൻ്റെ മുമ്പിൽ വീടിൻ്റെ മുറ്റത്ത് എല്ലാവരും കൂടെ ചടങ്ങിരിക്കുന്നു. ഒരു ആഴിയുണ്ടാക്കി ആ ചൂടിൽ സന്തോഷിച്ച്
കൊട്ടാരത്തിലായിരുന്നാലും വീട്ടിലായിരുന്നാലും താഴ്വീടുകളിൽ സ്വർഗത്തിലായിരുന്ന ഗീതൻ മുഖത്തിൽ ഓർക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഓരോരുത്തരായ കുട്ടികളിലേക്ക് പോകുമ്പോൾ ഉറക്കമില്ലാത്ത കണ്ണുകളുമായി വൃത്തൻ പാതയോരത്ത് അങ്ങനെയാണ് വിഷണ്ണനായി ജീവിതത്തിൻ്റെ അർത്ഥമൊക്കെ അന്വേഷിച്ചു പോയി. അവിടെ ടോൾസ്റ്റോയ് അവരുടെ കഥ ചെയ്യാം. ഉറങ്ങാൻ പോകുന്ന പാവപ്പെട്ടവരോട് ഉറക്കമില്ലാത്ത ധനാഢ്യത്തിൽ നിൽപ്പു. അവിടെ അങ്ങനെ നിർത്തിയിട്ട് ടോൾസ്റ്റോയ് നിർത്തുകയല്ല. ചില തുടർച്ച പറഞ്ഞതാണ്. ടോൾസ്റ്റോയുടെ വരികൾ ഏതാനും വരികൾ മാത്രമേ ഉള്ളൂ. അത് പൂർത്തിയാകും. എവിടെയാണ് ജീവിതത്തിൻ്റെ പ്രശ്നം? എന്നാൽ